നമസ്കാരം. ഞാൻ നാദികടുത്ത് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞായിരുന്നില്ലേ? സംസാരിച്ചോളൂ. താങ്ക് യു. നാദിക പുള്ളിയാണ് ഫാഷൻ ഡിസൈനർ. വളരെ ഉപകാരം കേട്ടോ. ഓ താങ്ക് യു. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് എനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷെ എനിക്ക് അങ്ങനെ പരിചയമില്ലല്ലോ. എവിടെ വെച്ചിട്ട് പരിചയം? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ല, അപ്പം നേരത്തെ ഗോപിക പറഞ്ഞു എനിക്ക് പരിചയമുള്ള ഒരു കോസ്റ്റ്യൂമർ അല്ല ഫാഷൻ ഡിസൈനർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അയ്യോ, അത് ആ കുട്ടിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. എനിക്ക് നാദിശയ്ക്ക് അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞത്. ഓ അങ്ങനെയാ, തെറ്റ് പറ്റിയതാണ്. നമസ്കാരം ജോണി സാർ. നമസ്കാരം. നമസ്കാരം ധർമ്മോസ്. നമസ്കാരം ജോണി സാർ. ആ ഷർട്ടൊന്ന് പിടിച്ചിടൂ താഴ്പോട്ട്. ഓ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങി. അതെ അതെ, അത് അങ്ങനെയല്ല, കുറച്ചുകൂടെ മുന്നോട്ട് ആഞ്ഞിരിക്കൂ. ഇപ്പൊ എന്ത് ഇപ്പൊ നോക്കിയേ എന്ത് സ്റ്റിഫായി. സാറേ, ഞാനൊരു ഫാഷൻ ഡിസൈനർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സാറിന്റെ CID മൂസ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നു എന്ന രീതിയിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഒരു അപേക്ഷയുണ്ട്, എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. അഭിനയിക്കണോ? എനിക്ക് അഭിനയിക്കണ്ട സാർ, എന്റെ ഫീൽഡ് അതല്ല. എന്റെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആയതുകൊണ്ട് സാറിന്റെ സിനിമയിൽ എനിക്ക് കോസ്റ്റ്യൂം ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് തരണം. എനിക്ക് തന്നാൽ സാറിന്റെ സിനിമയുടെ കഥാപാത്രങ്ങൾക്ക് ആവശ്യമായതിൽ അതിന് അനുയോജ്യമായ രീതിയിലുള്ള ഡ്രസ്സുകൾ ഞാൻ സെറ്റപ്പ് ചെയ്ത് തരാം സാർ, ഉത്തരവാദിത്വത്തോടെ. ഞാൻ എന്തായാലും അത് കുറെ ഡിലേ ആവും. അയ്യോ, ഭാര്യയുടെ പഠനം ഉടനെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ധർമ്മോസ്, ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയുന്നതിൽ വിഷമം തോന്നരുത്. കോസ്റ്റ്യൂമിൽ ശ്രദ്ധിക്കുന്നില്ല. ഞാനോ? സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടറുകൾക്ക് അനുസൃതമായ കോസ്റ്റ്യൂമുകൾ ധരിക്കുന്നത് കാര്യത്തിൽ ധർമ്മജൻ ഇച്ചിരി പുറകോട്ടാണ്, ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അഭിനയിച്ച സിനിമകളിലൊക്കെ കോസ്റ്റ്യൂം ചെയ്തത് വേറെ ആൾക്കാരാണല്ലോ. അവരാണ്, അവരുടെ മിസ്റ്റേക്കാണ്, അത് ചൂണ്ടിക്കാണിക്കണം. എന്നെ ആ പദവിയിലേക്ക് ഉയർത്തി വെക്കുകയാണെങ്കിൽ ആ കുറവ് ഞാൻ പരിഹരിച്ചു തരാം. ഉദാഹരണത്തിന് ഗാനഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചില്ലേ? അതെ. മമ്മൂക്കയുടെ കൂടെ നിൽക്കുമ്പോൾ കേട്ടോ നാശിക, ഒരു ബനിയനും ഒരു കൂറ കൈലി കൊടുത്താണ് കൂടെ നിൽക്കുന്നത് ആരാണ്? കൂടെ മമ്മൂക്കയാണ്. അപ്പൊ അതിന് തത്തുല്യമായ ഒരു വേഷ സംവിധാനം ഉണ്ടെങ്കിൽ പ്ലച്ചനെ നിന്നനെ. അല്ലെ, അതിന് നിങ്ങളുടെ ഏത് കോസ്റ്റ്യൂം ഇടണമെന്ന് പറയണത്? അപ്പൊ ഒരു കോട്ടോ ഒരു സൂട്ടും ഒക്കെ ഇട്ട് നിന്നാൽ മമ്മൂക്കയുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റും, കത്തു നിൽക്കും. ഞാനായില്ലേ മീൻകാരനായിട്ട് അഭിനയിച്ചത്. അതെ, കോട്ടും സൂട്ടും ഇട്ടിട്ടുള്ള മീൻകാരനൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട് മീൻ കച്ചവടം ചെയ്യാൻ പറ്റില്ലെന്ന് ആരാണ് പറഞ്ഞത് ധർമ്മജനോട്? നല്ല സെൻസ് ഉണ്ട് കേട്ടോ, നല്ല സെൻസ്. അതൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും എനിക്ക് നാഷിക അവസരം തരണം അടുത്ത പടത്തിൽ. പിന്നെ ഇപ്പൊ മനസ്സിലായി സെൻസ്, കോസ്റ്റ്യൂം ഡിസൈനിങ് എങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്തായാലും എന്റെ പേരൊന്ന് പരിഗണനയിൽ വെച്ചേക്കണം. അതുകൂടാതെ ഞാൻ 1-2 ഡിസൈൻ കാണിക്കാം സാറിന്. അതെ അതെ, അത് അങ്ങനെ വിടാൻ പറ്റത്തില്ല. നീ പറഞ്ഞ ആൾ ഇതാണോ? ഉറപ്പാണ്, ഇതാണല്ലോ. ഞാൻ സംസാരിക്കാം. അല്ല, അത് നമ്മൾ അങ്ങനെ വിടേണ്ട കാര്യമില്ല. ഹലോ സാറേ, ഒന്നും വിചാരിക്കരുത്, ഒരു 2 സെക്കൻഡ്. നിങ്ങളാണോ ഉലുവ എന്ന് പറയുന്നത്? നിങ്ങളാണോ ഉലുവ? ഈ ഉലുവെന്നല്ലേ പറഞ്ഞേ? ഉല്ലൂസ് നിങ്ങളല്ലേ? ഡിസൈനർ ഉല്ലൂസ്. നിങ്ങൾ ഇന്നലെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഒരു സൗന്ദര്യ മത്സരം നടക്കുന്ന സ്ഥലത്ത് ജഡ്ജസ് ആയിട്ട് വന്നായിരുന്നു. മാർക്കിടാൻ പോയായിരുന്നു. അതിനകത്ത് പങ്കെടുത്തത് എന്റെ ഭാര്യയാണ്. വേണ്ട പരിഗണന നിങ്ങൾ കൊടുത്തില്ല. പറഞ്ഞു കൊടുക്കണേ, എന്താ വെച്ചാൽ പറഞ്ഞു കൊടുക്കണേ. ഞാൻ അങ്ങനെ ആരുടെ റെക്കമെൻഡ് ഒന്നും സ്വീകരിക്കുന്ന ആളല്ല. ഞാൻ എന്റെ മുന്നിൽ കാണുന്ന പ്രകടനത്തിന് അവർക്ക് യോഗ്യമായ മാർക്ക് ഞാൻ നൽകുന്ന ആളാണ്. ഉല്ലു സാറെ, കഴിഞ്ഞ 7 വർഷമായിട്ട് എനിക്കാണ് അവിടെ ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ വേറെ ആരും മത്സരത്തിന് വന്നു കാണില്ല, അതായിരിക്കും സത്യം. അതൊന്നും അല്ല, സാറിന്റെ മനഃപൂർവ്വം എന്നെ തോപ്പിച്ചതാണ്. ഫസ്റ്റ് വേണ്ട, സെക്കൻഡ് വേണ്ട, എനിക്ക് തേർഡ് പോലും തന്നില്ലല്ലോ. എന്താ കാര്യം? എന്താ ഞാൻ പറയട്ടെ, ട്രഡീഷണൽ സെറ്റപ്പിൽ വന്നപ്പോഴത്തേക്ക് സാരി ഉടുത്തതിൽ ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 4ാമത്തെ റൗണ്ടിൽ സാരി ഉടുത്ത അതെ, എന്താണ് ഞാനത് പറ്റിയത്? ട്രഡീഷണൽ റൗണ്ടിൽ വന്നപ്പോൾ സാരി ഉടുത്തതിൽ ഒരുപാട് മിസ്റ്റേക്ക് കണ്ടെത്തി. സാരി ഞാൻ നല്ല കറക്റ്റ് ആയിട്ടാ ഉടുത്തത്. അത് നിങ്ങൾക്ക് തോന്നുന്നല്ലേ? എത്ര ഫ്ലീറ്റ് ഇട്ടു? സാധാരണ ഞാൻ 16 ഫ്ലീറ്റ്സ് ആണ് ഇടാറുള്ളത്. ഇനി മത്സരമല്ലെന്ന് വെച്ചിട്ട് ഞാൻ 18 ഫ്ലീറ്റ്സ് ഇട്ട്. കണ്ടോ, അവർക്ക് തോന്നുന്ന പോലെ അങ്ങ് ഫ്ലീറ്റ് ഇടുകയാണ്. പിന്നെന്ത് ചെയ്യണം? ശരിക്കും 13 ഫ്ലീറ്റേ പാടുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവരെന്തോരം കാശാണ് ഈ സ്ത്രീകൾ ഈ സൗന്ദര്യ മത്സരത്തിന് പറഞ്ഞ് ചെലവാക്കുന്നത്. മേക്കപ്പിന് തന്നെ ലക്ഷങ്ങളാണ്, പിന്നെ കോസ്റ്റ്യൂമിന് അതിനും ലക്ഷങ്ങളാണ്. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ലക്ഷങ്ങളാണ്. ഞാൻ പറയട്ടെ, നേരെ മറിച്ച് ആണുങ്ങളുടെ സൗന്ദര്യ മത്സരത്തിനോ അതിന് ചെലവില്ലേ? എന്തു ചെലവാടൂ? 150 വെളിച്ചെണ്ണയും ഒരു കറുത്ത ചട്ടി, തീർന്നു ഞങ്ങളുടെ പരിപാടി തീർന്നു. കൂടിപ്പോയാൽ 500 രൂപ. അതിനപ്പുറം എന്ത് ചെലവാണുള്ളത്? സാറ് പറഞ്ഞ കറക്റ്റ് ആണ് അല്ലേ? അത് കറക്റ്റ് ആണ് കേട്ടോ. 500 രൂപ കൂടി പോയ പുരുഷന്മാർക്ക് 500 രൂപ, അത്രേ ഉള്ളു ചെലവ്. ഞാനൊരു കാര്യം സാറേ, 500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കറുത്ത നയിക്കുന്ന ഒരു 100 രൂപ, ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ 130 രൂപ തരൂലേ? ആൾക്കാർ കാണുന്നില്ലേ, ഇതിന് അടിയിലിടാണല്ലോ ആൾക്കാർ കാണുന്നില്ലേ. ഇപ്പൊ ഇച്ചിരി കൂടിയത് മേടിച്ചോട്ടെ എന്ന് വെച്ചാണ് ഞാൻ 500 കയറ്റിയിട്ടത്. എന്നാലും 500 സ്റ്റാൻഡേർഡ് വെച്ചാൽ നീ സംസാരിച്ചത്.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താണ് ചോദിക്കാം? നിങ്ങൾ ആണുങ്ങളുടെ കുത്തകയായിരുന്നല്ലോ ജീൻസ് ജീൻസ് ജീൻസും ടീഷർട്ടും. ആ ജീൻസും ടീഷർട്ടും ഇട്ട് ഇപ്പൊ എത്ര പെണ്ണുങ്ങൾ റോഡിൽ കൂടെ നല്ല അടിപൊളിയായിട്ട് നടന്നു പോകുന്നുണ്ട്. അതിനെന്താ കുഴപ്പം? എന്താ ഒരു കുഴപ്പമില്ലല്ലോ. ഞങ്ങളുടെ കുത്തകയല്ലേ ഈ സാരി എന്ന് പറഞ്ഞത്. ഈ സാരി ഉടുത്തോണ്ട് ഏതെങ്കിലും ഒരു ആണുങ്ങൾ റോഡിൽ കൂടെ അടിച്ചു പൊളിച്ച് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അത് നിങ്ങളുടെ തോന്നലാണ്. എത്രയോ പുരുഷന്മാർ സാരി ഉടുക്കുന്നു, നല്ല ഭംഗിയായിട്ട് സാരി ഒരാളെ പറയും. എത്രയോ സിനിമകളിൽ ഉടുക്കുന്നുണ്ട്. പറയുന്നേ എനിക്കറിയാമല്ലോ ഉടുക്കാൻ. ഓ, അത് നിങ്ങളിപ്പോ ഫാഷൻ ഡിസൈനർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഉടുക്കാൻ അറിയാം. വേറെ ആർക്കാ ഉടുക്കാൻ അറിയാം? ഫാഷൻ ഡിസൈനർ അല്ലാത്ത ഒരാൾക്ക് സാരി ഉടുത്ത് കാണണോ? കാണണം. കണ്ട 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 എന്ത് മനോഹരമായിട്ടാണ് സാരി ഉടുത്തേക്കുന്നത്. സാരി മാത്രമല്ല, പിന്നെ പാവാടയും ബ്ലൗസും കൈലിയും ബ്ലൗസും വരെയാണ് ആണുങ്ങൾ ധരിച്ചിരിക്കുന്നത്. അത് ഈ സാറിനെയൊക്കെ സിനിമയിലൊക്കെ ഉടുപ്പിക്കാനായിട്ട് അവിടെ ഉണ്ട് ഫാഷൻ ഡിസൈനറൊക്കെ. അല്ലാതെ സ്വന്തമായിട്ടൊന്നും ഉടുക്കണമെന്നല്ല. ഒരിക്കലുമല്ല. സിനിമയല്ല മോളെ, അത് സ്റ്റേജ് ഷോ ആണ്. അവിടെ ആരും ഉടുപ്പിക്കാൻ പറ്റില്ല, നമ്മൾ തന്നെ ഉടുക്കണം. അറിയാമോ? വിശ്വാസമില്ല. വിശ്വാസമില്ല. ഇത് ആണുങ്ങളുടെ പ്രസിഡന്റ് വിഷയമാണ്. സാറ് ഒന്ന് തെളിയിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വിളിക്കാം. ഒരു നിമിഷം ഇങ്ങോട്ട് വരാം. ഇവിടെ നടന്ന ഈ തർക്കങ്ങളെല്ലാം കണ്ടല്ലോ. കണ്ടു. നമുക്ക് ആണുങ്ങൾക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ല. നിൽക്കണം. ഇവള് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാര്യയൊക്കെ ശരിയെന്ന് ഇവള് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സാരി ഉടുക്കാൻ ആണുങ്ങൾക്ക് അറിയില്ല എന്ന് പറയുകയാണ്. അപ്പൊ സാർ ഒന്നുമില്ലെങ്കിൽ കുറെ സിനിമകളിൽ ഇതൊക്കെ ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. 2 സെക്കൻഡ് കൊണ്ട് സാരി ഉടുത്തൊന്ന് കാണിച്ചു കൊടുത്തു സാറേ. 2 മിനിറ്റ് എടുത്തു. അയ്യോ, പക്ഷേ ഈ സാരി അഴിക്കാനാണ് ഏറ്റവും എളുപ്പം. എടുക്കാനായിട്ട് പാടാ. അല്ലെ സാർ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കോസ്റ്റ്യൂമർ കൊടുത്തു കൊടുക്കും, പെട്ടെന്ന് കൂടി കളഞ്ഞിട്ട് അടുത്ത വേഷം ചെയ്യാം. അല്ലെ വേറെ കേസ് സാരി ഇല്ലല്ലോ. സാരി ഉണ്ടല്ലോ. ആണോ? സാരി ഞാൻ എടുക്കാലോ. ഏത് സാരി വേണം? മഞ്ഞ സാരി വേണോ, ചുവന്ന സാരി വേണോ? എന്ത് സാരിയാണെങ്കിൽ കുഴപ്പമില്ല. ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. സൂപ്പറായിട്ട് ചെയ്തു. എന്ത് മനോഹരമായിട്ട് ചെയ്തത്. നീ 1.5 മിനിറ്റ് പോലെ ചെയ്ത്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്ന പോലെ നടക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ നടക്കാനോ? കാണിച്ച നീ റാമിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കാണിക്കാം. അല്ല, എനിക്ക് ഞാനിത് ഇവന് ഉടുക്കണ്ടയില്ലെന്ന് ഞാൻ നോക്കിയിരിക്കുന്നു. അത് കറക്റ്റ് ആണെന്ന്. എന്താണ് കാര്യം? എന്താ കാര്യം എന്നറിയോ? ഞങ്ങൾ ഒരുമിച്ചൊരു അമേരിക്കൻ ഷോയ്ക്ക് പോയി. ഇവന് ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. അവിടെ ഒരു 10-16 സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു. ഇവൻ ഇത്രയും നന്നായിട്ട് സാരി ഉടുക്കാൻ അറിഞ്ഞിട്ട് ഇവൻ സാരി ഉടുക്കാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നീ എപ്പോഴും എല്ലാ സ്റ്റേജിലും ഒരു അസിസ്റ്റന്റ്, ഒരു ലേഡി അസിസ്റ്റന്റ് നോക്കിയിടങ്ങി. എന്തിനായിരുന്നു അത്? മര്യാദ കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഷോ ചെയ്താൻ പാടില്ലല്ലോ. ഇതേ സമയം കിട്ടിയാൽ നന്നായിട്ട് ഒരു വേറൊന്നുമില്ലല്ലോ. നിസ്സാര കാര്യമില്ല ഇത്. എനിക്ക് ഈ തലമുറയിൽപ്പെട്ട ഭൂരിഭാഗം പെണ്ണുങ്ങൾക്കും അറിയില്ല. അല്ല, സാറ് പറഞ്ഞതിൽ കാര്യമുണ്ട്. കാര്യം എന്റെ ഭാര്യ അവള് സൗന്ദര്യ മത്സരത്തിൽ പോണെങ്കിലും താഴെ കിടന്ന് പ്ലേറ്റ് പിടിച്ചു കൊടുക്കുന്നത് ഞാനാണ്. പക്ഷെ മനോഹരമായിട്ട് സാറ് ചെയ്തു. അടിപൊളി. ഞങ്ങൾ ആണുങ്ങളുടെ ഇനി നിങ്ങൾ കുത്തകയെന്ന് പറയില്ലല്ലോ. പണി ഇത്രയും പ്രതീക്ഷയില്ലേ? പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ ഞാൻ ഈയിടെ ധർമ്മൂസ് ഫിഷ് കടയിൽ ഒന്ന് പോയായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പം നമ്മുടെ ഒരു ഫിഷ് കട, സാറിന്റെ കടയില് ചെന്നപ്പോ അവിടെ നിന്നൊരു സ്റ്റാഫ് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. സംഭവിച്ചെന്ന് പറയാം. അതായത് എന്നോട് പറയാണ്, ഇനി നീ വരുവാണെങ്കിൽ തരാനുള്ള പൈസ തന്നിട്ട് ഇവിടുന്ന് സാധനം തരത്തുള്ളൂ എന്ന് പറയുന്നത് എന്ത് മര്യാദകേടാണ്. ഞാൻ ദിവസം പോയി മേടിക്കുന്നില്ല. ദിവസം പോയി മേടിക്കണം പറഞ്ഞാൽ മീനല്ലേ? കാശ് കൊടുത്ത് മേടിക്കണം. 25,000 രൂപ കൊടുക്കാനുണ്ട്. പൈസ തരാള് തന്നിട്ടല്ലേ മീൻ മേടിക്കാൻ പാടുള്ളൂ. ഞങ്ങളും മീൻ മേടിക്കുന്നത് പൈസ കൊടുത്തിട്ടാണല്ലോ. അതാണല്ലോ നിങ്ങൾ മേടിച്ചിട്ട് പോണത്. അതെ. അപ്പൊ ഞങ്ങക്ക് പൈസ തരണ്ടേ? അമ്പട എങ്കിനാക്കടാ
ഞാൻ പൈസ തരണം അല്ലേ? പിന്നെ പൈസ തരട്ടെ? ആ പൈസ മര്യാദക്ക് എഴുതി തള്ളാൻ ഒന്ന് വിളിച്ചു പറയണോ ആ പയ്യനോട്? പറയത്തില്ല, കാശ് കൊടുത്ത് മീൻ മേടിക്കണം, അല്ലാതെ വെറുതെ മേടിക്കാന്നൊന്നും വിചാരിക്കും. എങ്കിൽ നിങ്ങൾ അനുഭവിക്കും. എന്തനുഭവിക്കുന്നു? ഇപ്പൊ ഇവിടെ കാണിച്ച കോങ്കാ ബീച്ച് ഇല്ലേ, അത് ഞാനെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും. എന്താ ഈ സാരി കൊടുത്താ? സാരി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇടും. എനിക്കൊരു കുഴപ്പമില്ല, താമുണ്ട് എവിടെയെങ്കിലും ഇട്. ആ കാണാം. ഈ ഇരിക്കുന്ന എന്താണെന്നറിയോ? ഇത് ബട്ടൺസ് അല്ലത്, ഇത് ബട്ടൺ ക്യാമറയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന നാണക്കേട് എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതല്ലേ ബട്ടൺസ്? ഇപ്പൊ പ്രശ്നം തീർന്നല്ല. അത് ബട്ടൺസിന്റെ കവറേ ഉള്ളൂ. അത് ക്യാമറയുടെ കവറാണ് നീ പൊട്ടിച്ചത്. ഇല്ല, ഇല്ല, ഇല്ല. നീ